ഭാഗവത ഗ്രാമാചാര്യൻ സ്വാമി ഉദ്ദിചൈതന്യജിയോടൊപ്പം വീണ്ടും നമ്മൾ ഒരു തീർത്ഥയാത്രയ്ക്കൊരുങ്ങുകയാണ്. ഓരോ മനസ്സിനും ഈശ്വരനിലേക്ക് എത്താൻ ധാരാളം ഉപാധികളുണ്ട്. എന്നാൽ ഗുരു നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ഈശ്വരനിലേക്ക് എത്തുമ്പോൾ മാർഗം എത്ര ദുഷ്കരമായാലും ലക്ഷ്യം തെളിഞ്ഞതായിരിക്കും എന്നതിനുള്ള ഉത്തമ തെളിവായിരുന്നു ഈ വർഷത്തെ സ്വാമിജിയോടൊപ്പമുള്ള ഞങ്ങളുടെ ത്രിധാം യാത്ര. ഡൽഹിയിൽ നിന്നും യാത്ര ആരംഭിച്ച ഞങ്ങൾ ഹരിദ്വാറിൽ എത്തിച്ചേരുകയും ഹരിദ്വാറിൽ നിന്നും ഞങ്ങൾ ആദ്യമായി യാത്ര തിരിച്ചത് ഉത്തരകാശിയിലേക്കായിരുന്നു. വഴിമധ്യേ ഞങ്ങൾ പ്രഭാത ഭക്ഷണത്തിനുള്ള ഒരു ഇടം കണ്ടെത്തി. ശേഷം ഞങ്ങൾ യാത്ര തുടർന്നത് 440 മീറ്റർ നീളമുള്ള ഒരു 2 വരി തുരങ്കത്തിലൂടെയാണ്. ഉത്തരാഖണ്ഡിലെ തെഹ്രി ഗർവാൾ ജില്ലയിൽ ഋഷികേശ് ദരാസു NH-94 സ്ഥിതി ചെയ്യുന്ന 440 മീറ്റർ നീളമുള്ള 2 വരി തുരങ്കമാണ് ചമ്പ തുരങ്കം. തിരക്കേറിയ ഒരു ഹിൽ സ്റ്റേഷന് താഴെയായി നേരിട്ട് ഒരു തുരങ്കം കുഴിക്കുന്നത് BROയുടെ ഒരു പ്രധാന എഞ്ചിനീയറിംഗ് വിജയമായിരുന്നു. ഇതിലൂടെ ഗതാഗത സമയം ഏകദേശം 30 മിനിറ്റിൽ നിന്നും വെറും 10 മിനിറ്റായി കുറയുകയും യാത്രാ ദൂരം ഏകദേശം 1 കിലോമീറ്റർ കുറയുകയും ചെയ്തു. യാത്രക്കിടയിലെ പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളെ ആസ്വദിക്കുന്ന ഞങ്ങളെ മഴയുടെ സാന്നിധ്യം കൂടുതൽ സന്തോഷഭരിതരാക്കി. പ്രകൃതിയെ മാത്രമല്ല ഓരോ മനസ്സുകളെയും മഴ കുളിരണിയിക്കുന്നു. ഞങ്ങൾ ഒരു ചായ കുടിക്കാനായി തീരുമാനിച്ചു. ചൂട് ചായക്കൊപ്പം നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളായ പാനിപൂരിയും അവിടുത്തെ കരിമ്പിൻ ജ്യൂസുമൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു കഴിച്ചു. ഏതൊരു തണുപ്പിനെയും മഴയെയും വകവയ്ക്കാതെ നമ്മുടെ അമ്മമാർ അവിടെ ഇരുന്ന് ഐസ്ക്രീം നുണയുന്നത് കാണുമ്പോൾ ഒരു നിമിഷം അറിയാതെ നിഷ്കളങ്കതയുടെ ബാല്യത്തിലേക്ക് തിരിച്ചു പോകുന്നത് പോലെയുള്ള ഒരു അനുഭവം. മലയിടിച്ചിലും മണ്ണൊലിപ്പ് മൂലം തകർന്ന റോഡുകൾ, കുത്തനെയുള്ള മലമടക്കുകൾ എന്നിവയെല്ലാം ആരിലും ഭയം ജനിപ്പിക്കുമെങ്കിലും ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ ആകർഷണത്താൽ ഞങ്ങൾ എല്ലാവരും ആനന്ദഭരിതരായിരുന്നു. മാത്രമല്ല, പ്രകൃതിയിൽ എത്ര പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായാലും ഉത്തരാഖണ്ഡ് സർക്കാർ യാത്രക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തുന്ന സഹായങ്ങൾ പ്രശംസനീയമാണ്. മാർഗത്തിലുള്ള ഏത് തടസ്സവും ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അവർ നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ദേവഭൂമിയിലേക്കുള്ള നമ്മുടെ യാത്ര സുഗമമായി തീരുന്നു. തിരക്കേറിയ പട്ടണത്തിന്റെ ഇരുവശത്തും പഴങ്ങളും പച്ചക്കറികളും വിൽപ്പന നടത്തുന്ന ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണാം. തദ്ദേശവാസികളും വിനോദസഞ്ചാരികളും വാഹനങ്ങളും നിറഞ്ഞ റോഡുകൾ, താഴെ കുതിച്ചൊഴുകുന്ന ഭാഗീരഥി നദി, മറുവശത്ത് കൂറ്റൻ പർവ്വതനിരകൾ, പുരാതനകാല സംസ്കാരത്തിന്റെ പ്രൗഢി നിലനിർത്തുന്ന കെട്ടിടങ്ങൾ എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഇതാണ് ഭാഗീരഥി നദി. ഭഗീരഥ മഹർഷി തപസ് ചെയ്ത് ആകാശഗംഗയെ ഭൂമിയിലെത്തിച്ചു എന്നതാണ് ഐതിഹ്യം. മുകളിൽ നിന്ന് നോക്കിയാൽ കലങ്ങിയ വെള്ളമായി അനുഭവപ്പെടുമെങ്കിലും നദിയുടെ ശക്തമായ കുത്തൊഴുക്കിൽ പാറക്കഷങ്ങൾ പൊടിഞ്ഞുണ്ടാകുന്നതാണ് ഈ പ്രതിഭാസമെന്ന് സ്വാമിജി പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ ഭസ്മവർണമായി ഒഴുകുന്ന നദിയിലെ വെള്ളം 2 മിനിറ്റ് നേരം പുറത്തെടുത്തു വെച്ചാൽ തെളിനീര് പോലെ ആകുമത്രേ. ഈ നദിയെ ഇത്ര അടുത്തറിയാൻ ഞങ്ങൾക്ക് സാധിച്ചത് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാണ്. എന്തായാലും ഞങ്ങളുടെ വിദഗ്ധരായ ഡ്രൈവറും സഹായിയും ചേർന്ന് വണ്ടി റിപ്പയർ ചെയ്യുന്ന നേരം കൊണ്ട് അവിടെയുള്ള പ്രകൃതി സൗന്ദര്യത്തെ മുഴുവൻ ഞങ്ങൾ ഫോട്ടോയിൽ പകർത്തിയെടുത്തു.
കളിവെള്ളമായിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോക്ക് അത് പൊട്ടി ആ റോക്കിന്റെ കളറാണ്. ഒരു 2 മിനിറ്റ് ഇതാണ് എല്ലാവരും ഗംഗാവെള്ളം കൊടുക്കാൻ പറ്റും. ആരോഗ്യകരമായ ഭക്ഷണം എല്ലാവർക്കും നൽകണം എന്ന ഉദ്ദേശത്തോടുകൂടി അവിടെ കണ്ട കറിവേപ്പില നുള്ളിയെടുത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സ്വാമിജി നിർദ്ദേശിച്ചു. വഴിയോരത്ത് നിന്നിരുന്ന ഒരു കഞ്ചാവ് ചെടിയെ സ്വാമിജി എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഈ ചെടിയിൽ നിന്നുമാണ് പ്രശസ്തമായ ഭാംഗ് ഉണ്ടാക്കുന്നത് എന്നും അത് ഒരു ഔഷധ പാനീയമാണെന്നും ശിവരാത്രി നാളുകൾ പ്രസാദമായി എല്ലാ ക്ഷേത്രങ്ങളിൽ വിതരണം ചെയ്യും എന്നൊക്കെയുള്ള പുത്തൻ അറിവുകൾ സ്വാമിജി പറഞ്ഞു തന്നു. അങ്ങനെ ധാരാളം അറിവുകളും അനുഭവങ്ങളും പങ്കിട്ട് ഞങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക്. ഹരിദ്വാറിൽ നിന്നും രാവിലെ പുറപ്പെട്ട ഞങ്ങൾ 156 കിലോമീറ്റർ യാത്ര ചെയ്ത് വൈകുന്നേരത്തോടുകൂടി ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരകാശി തുരങ്കത്തിന്റെ പ്രവേശന കവാടത്തിലെത്തി. തുരങ്കത്തിന് ആകെ 370 മീറ്റർ നീളമുണ്ട്. പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ ഗംഗോത്രിയിലേക്കുള്ള വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പർവ്വത പ്രദേശങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ പ്രദേശം. ചാർധാം റൂട്ടിലെ യാത്ര സുഗമമാക്കാൻ തുരങ്കം സഹായിക്കുന്നു. ഈ തുരങ്കം ചെന്ന് അവസാനിക്കുന്നത് ഏകദേശം ഉത്തരകാശി വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലായിട്ടാണ്. സന്ധ്യാസമയം. വഴിവിളക്കുകൾ തെളിഞ്ഞു. ദീപാലങ്കാര പ്രഭയിൽ വിശ്വനാഥ ക്ഷേത്രം അതിമനോഹരമായിരിക്കുന്നു. ഭജനകളും സ്തോത്രങ്ങളും മന്ത്രജപങ്ങളും കൊണ്ട് ക്ഷേത്രം മുഖരിതമായി. നാമജപത്തോടുകൂടി സ്വാമിജി ഞങ്ങളെയും ക്ഷേത്രത്തിലേക്ക് നയിച്ചു. യഥാർത്ഥ വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചത് പരശുരാമനാണ്. പിന്നീട് 1857 സുദർശൻ ഷായുടെ പത്നിയായ മഹാറാണി ഘനേറ്റിയാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയുടെ പീഠം മാറ്റങ്ങളൊന്നും കൂടാതെ അതേ പുരാതന രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നതാണ്. വാരണാസിയിലെ യഥാർത്ഥ കാശി വിശ്വനാഥ ക്ഷേത്രം വെള്ളത്തിനിടയിലാകുന്ന കാലഘട്ടമായ കലിയുഗത്തിന്റെ 2ാം പകുതിയിൽ പരമശിവൻ ഇവിടെ സ്ഥിരമായി കുടികൊള്ളുമെന്ന്
സ്കന്ധപുരാണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ഋഷികേശിൽ നിന്നും 152 കിലോമീറ്റർ അകലെ ഭാഗീരഥി നദിക്കരയിലാണ് ഉത്തരകാശി സ്ഥിതി ചെയ്യുന്നത്. തെക്ക് ദിശയിലേക്ക് അല്പം ചെരിവുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ശിവഭക്തനായ മൃഗണ്ടുമുനിയും പത്നി മരുദ്ധതിയും അനേക കാലമായി സന്താന ഭാഗ്യമില്ലാതെ ദുഃഖമനുഭവിക്കുകയും ഒടുവിൽ പുത്രലബ്ധിക്ക് വേണ്ടി ശിവഭഗവാനെ തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. അവരുടെ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും വരം ആവശ്യപ്പെടാൻ പറയുകയും ചെയ്തു. തനിക്ക് പുത്രഭാഗ്യം വേണമെന്ന് പറഞ്ഞ മുനിയോട് ഭഗവാൻ ചോദിച്ചു, മൂഢനായി ദീർഘ ആയുസ്സോടുകൂടിയ പുത്രൻ വേണോ, വെറും 16 വയസ്സ് മാത്രം ആയുസ്സുള്ള ശ്രേഷ്ഠനായ പുത്രൻ വേണോ എന്ന്. തനിക്ക് 16 വയസ്സ് മാത്രം ആയുസ്സുള്ള ബുദ്ധിമാനായ പുത്രൻ മതിയെന്ന് മുനി ഭഗവാനോട് അപേക്ഷിക്കുകയും ഭഗവാൻ അപ്രകാരം അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അവർ ആ പുത്രനെ മാർക്കണ്ഡേയൻ എന്ന് നാമകരണം ചെയ്തു. വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ശ്രേഷ്ഠനായി തിളങ്ങിയ മാർക്കണ്ഡേയനെ 16 വയസ്സെടുത്തപ്പോൾ മുനിക്കും പത്നിക്കും അതീവ ദുഃഖമുണ്ടായി. ദുഃഖകാരണം തിരക്കിയ പുത്രനോട് അവർ ഭഗവാന്റെ ഈ അനുഗ്രഹത്തെ വിവരിച്ചു. മാർക്കണ്ഡേയൻ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയും ഞാൻ ഭഗവാനെ ധ്യാനം ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം നേടാം എന്ന് പറഞ്ഞ് ശിവപൂജ ആരംഭിക്കുകയും ചെയ്തു. 16 വയസ്സ് തികയുന്ന ദിവസം യമൻ മാർക്കണ്ഡേയന്റെ മുന്നിൽ എത്തുകയും തന്നോടൊപ്പം വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അന്നേരം ആ ബാലൻ ശിവലിംഗം മുറുകെ കെട്ടിപ്പിടിച്ചു. യമരാജൻ തന്റെ കയർ മാർക്കണ്ഡേയന് ചുറ്റും എറിഞ്ഞു. എന്നാൽ ആ കയർ ശിവലിംഗത്തെയും ചുറ്റിപ്പിടിച്ചു. യമരാജന്റെ ശക്തിയിൽ മാർക്കണ്ഡേയനോടൊപ്പം ശിവലിംഗവും തെക്കോട്ട് തിരിഞ്ഞു. ആ ക്ഷണം ശിവലിംഗത്തിൽ നിന്നും പരമേശ്വരൻ പ്രത്യക്ഷനായി കോപാഗ്നിയിൽ യമനെ ദഹിപ്പിച്ചു. അന്നു മുതൽ മാർക്കണ്ഡേയൻ മൃത്യുഞ്ജയൻ എന്നറിയപ്പെട്ടു. സർവ്വദേവതകളും പ്രത്യക്ഷപ്പെട്ട് യമരാജനെ ജീവൻ നൽകാൻ ഭഗവാനോട് അപേക്ഷിച്ചു. പ്രപഞ്ചത്തിന്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഭഗവാൻ വീണ്ടും യമരാജന് ജീവൻ നൽകി. തന്റെ കുഞ്ഞു ഭക്തനോട് ഭഗവാൻ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്നും ജരാനരകളൊന്നും നിന്നെ സ്പർശിക്കുകയില്ല എന്നും അനുഗ്രഹം നൽകി. ധാർമ്മിക നിലനിർത്തി ചിരഞ്ജീവിയായി ഈ ഭൂലോക അവസാനം വരെ നീ വാഴുമെന്ന് വരവും നൽകി. ഇന്നും യൗവനത്തോടെ മാർക്കണ്ഡേയ മുനി ഹിമാലയത്തിൽ വാഴുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഭഗവാൻ തന്റെ ഭക്തരെ ഒരിക്കലും കൈവിടില്ല എന്നതിന്റെ ഉത്തമ തെളിവാണ് ഈ ക്ഷേത്രം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ദുർഗാദേവി ക്ഷേത്രവും നിലകൊള്ളുന്നു. അസുരന്മാരെ വധിക്കാൻ ദേവി ഉപയോഗിച്ചു എന്ന് പറയുന്ന ത്രിശൂലവും വളരെ പേരുകേട്ടതാണ്. 19.5 അടി ഉയരമുള്ള ഈ ത്രിശൂലം ചെമ്പ്, ഇരുമ്പ്, മറ്റ് അപൂർവ ലോഹങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ത്രിശൂലത്തിന്റെ അടിഭാഗം എത്ര ആഴത്തിൽ ഭൂമിക്കടിയിലുണ്ട് എന്ന് ഇന്നും കണ്ടെത്താനായിട്ടില്ല. ഒരു മനുഷ്യന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അനക്കാൻ ശ്രമിച്ചാലും അനക്കാൻ കഴിയാത്ത ഈ ത്രിശൂലം ഒരു വിരൽ കൊണ്ട് മാത്രം സ്പർശിച്ചാൽ കമ്പനം ചെയ്യുന്നു എന്നത് അത്ഭുതം തന്നെയാണ്. ഈ ത്രിശൂലത്തിൽ പരാശക്തിയുടെ ശക്തിയും രൂപവും പ്രത്യക്ഷമായി തന്നെ ഓരോ ഭക്തനും അനുഭവിക്കാൻ കഴിയുന്നു. ഭഗവാനെ വിശ്വനാഥ, സർവവ്യാപിയായ അങ്ങയെ ആത്മാവിൽ പ്രതിഷ്ഠിച്ച് ധ്യാനിക്കുന്നവർ, മന്ത്രപുഷ്പങ്ങളാൽ പാദപൂജ ചെയ്യുന്നവർ, നാമഘോഷങ്ങളാൽ തന്നെയും ചുറ്റുപാടിനെയും പരിശുദ്ധീകരിക്കുന്നവർ, ഭഗവാന്റെ മനോഹര രൂപം കണ്ടുവണങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഭക്തമനസ്സുകൾ ഭീതി ജനിപ്പിക്കുന്ന ദുർഘട പാതകൾ താണ്ടി നിത്യവും അങ്ങയെ ദർശിക്കാൻ എത്തിച്ചേരുന്നു. വിശ്വനാഥ സ്വരൂപത്തെ മതിവരോളം ദർശിച്ച് ആദിപരാശക്തിയെ വണങ്ങി സർവ്വദേവതകൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളും യാത്രയാകുന്നു. മനുഷ്യായസിൽ ഒരു വട്ടമെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഈ സ്വർഗീയ ഭൂമിയിൽ എത്തിച്ചേരാൻ ഭാഗ്യം ലഭിച്ചതിലുള്ള ആത്മനിർവൃതിയിൽ